നമ്മുടെ ഇക്കൊല്ലത്തെ ആദ്യത്തെ ചേമ്പ് അല്ല കേട്ടോ, ഇക്കൊല്ലത്തെ എന്നല്ല, നമ്മുടെ ആദ്യത്തെ ഈ വീട്ടിലത്തെ ആദ്യത്തെ ചേമ്പിൻ്റെ വിളവെടുപ്പാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അച്ചാച്ചയ്ക്കാണ്. ആളാം വീതം നട്ടെങ്കിൽ അച്ചാച്ചി ആട്ടത്തിൽ മണ്ണൊക്കെ ഇട്ട് ഇതിനെ പരിപാലിച്ച് കൊണ്ടുവന്നത്. കുഞ്ഞുങ്ങളാണ് ഏട്ടേ. ഒടിച്ചെടുക്കണ സൗണ്ട് കേട്ടോ, എനിക്കത് കേട്ടപ്പോൾ നല്ല രസം തോന്നി. അതാട്ടോ ഞാൻ അങ്ങനെ കൊടുത്തേ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടോ. ചേമ്പ് വിളവുണ്ടായിരുന്നു. നമ്മൾ കുറച്ചുണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. ആദ്യം പറിച്ചപ്പോൾ അധികമൊന്നും തോന്നിയില്ല. പിന്നെ തുറുവായിട്ട് ഇങ്ങനെ നിന്നത് കൊണ്ടും കൂടെ ഒക്കെ കൂടി പറിച്ചതാട്ടോ, ഉണ്ടോ എന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇത് നമുക്ക് ഓർമ്മയിൽ വെയിറ്റ് മെഷീൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് തൂക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ 4.5 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. 4,450 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് അത്തച്ഛനൊരു ചെറിയൊരു ചേമ്പിൻ്റെ ചുമ്മാ നമുക്ക് പറിച്ച് കളയാമെന്ന് പറഞ്ഞ് എടുത്തതിനകത്തുനിന്നുള്ള കിളുന്തായിരുന്നു കേട്ടോ. അത് പുഴുങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കഴിക്കാം, ബാക്കി കറി വെക്കാമെന്ന് പറഞ്ഞ് പുഴുങ്ങിയതാണേ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര വലുതായിട്ട് ഇട്ടത്. കറി വെക്കാമെന്നോർത്ത് മഞ്ഞപ്പൊടി ഇട്ടു, കഴിക്കാമെന്നോർത്ത് വലുതായിട്ട് ഇട്ടു. അങ്ങനെ 2 രീതിക്ക് ഇട്ടുകൊണ്ട് എന്നിട്ട് ലാസ്റ്റ് കറി വെക്കാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഒരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട്. ഞാനവിടെ ജസ്റ്റ് നിന്ന് കഴിച്ച് നോക്കി. കഴിച്ച് ഞാനവിടെ ഇരുന്നു. എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളതൊന്നുമല്ല. ഈ കിഴങ്ങ് വർഗ്ഗത്തിൽ ആകപ്പാടെ ഇഷ്ടമുള്ളത് ഈ കപ്പയും കിഴങ്ങും മാത്രം കേട്ടോ. കപ്പയും ചേമ്പും. പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് ഇളക്കി അതിനകത്തേക്ക് നമ്മൾ ചേമ്പ്, ഇത് ഞങ്ങൾ കാണിച്ചൊരു മണ്ടത്തരം കേട്ടോ. ചേമ്പ് ഇച്ചിരി ഒന്ന് നുറുക്കിയിട്ട് ഇട്ടാൽ മതിയായിരുന്നു. പിന്നെ അങ്ങനെ ഇട്ടിട്ട് അങ്ങ് ഉടച്ചെടുത്തു. നല്ല കറിയാട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ.